ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ബിലാലിനെ പോലെ, ഖബ്ബാബിനെ പോലെ, എന്നെ പോലെ പട്ടിണി കിടക്കുന്ന നൂറുകണക്കിന് സഹാബാക്കൾക്ക് ഭക്ഷണം തരാൻ വേണ്ടി തന്റെ മുഴുവൻ സ്വത്തുക്കളും ചെലവഴിച്ച് അവസാനം ഞാൻ ഇന്ന് കടം ചോദിച്ചപ്പോ തന്റെ വീട്ടിൽ ചെന്ന് തെരഞ്ഞിട്ടൊരു കാരക്കയുടെ കഷണം പോലും കിട്ടാതെ മക്കയിൽ മദീനയിൽ അന്തിയുറങ്ങുന്ന മദീന പള്ളിയിലെ ദരിദ്രന്മാരുടെ കൂട്ടത്തിലേക്ക് വന്ന ആ പുതിയ അതിഥി ആരാണെന്നറിയണോ? എന്റെ അബൂബക്കറിന്റെ കയ്യിൽ കുടിക്കാൻ പച്ചവെള്ളമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന ഇരുത്താണ് ഉമറെ എന്റെ അബൂബക്കർ. ആ അബൂബക്കറിനെ കാണുമ്പോ ഞാൻ എങ്ങനെയാ ഉമറെ കരയാതിരിക്കുക? അത്ര അവർ കൊടുത്തിരുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ. പ്രിയപ്പെട്ടവരെ, നാളെ എനിക്കോ എന്റെ കുടുംബത്തിനോ നമുക്കോ നമ്മളെ മക്കൾക്കോ ഒരാള് അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരവസ്ഥ, അത് നമുക്ക് കിട്ടുന്ന അനന്തര സ്വത്താ. അത് ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, ഞാൻ നിങ്ങളോടും ചോദിക്കാം, നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം, നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം? സഹാബാക്കൾ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങളെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം ഉള്ളത് തന്നെയാണ്, അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ഉപേക്ഷിച്ച് പോകുമ്പോൾ മക്കൾക്ക് കിട്ടാനുള്ളതാ, അത് തന്നെയല്ലേ? അതെ. അപ്പൊ ഞങ്ങൾക്കിഷ്ടം ഞങ്ങളെ സ്വത്തല്ലേ നബിയെ, അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് ഏതാണെന്നറിയോ? അത് നിങ്ങളെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ നീക്കി വെക്കുന്ന സ്വത്തല്ല. പാപ്പാരേ, ഉമ്മാരേ, നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടല്ലോ, ഇനി ഞാനും മരിച്ചാലും ആ 10 സെന്റും 20 സെന്റും ഒക്കെ ആയിട്ട് മക്കൾക്ക് ഉണ്ടല്ലോ എന്ന്, അല്ല എൻ്റെ ഒരു 10ഉം 15ഉം പവനൊക്കെ ആയിട്ട് മക്കൾക്ക് എടുക്കാനുണ്ടല്ലോ എന്ന്. അത് അനന്തര സ്വത്ത് മക്കൾക്കുള്ളതാ. നിങ്ങൾക്കുള്ള അനന്തര സ്വത്ത് എന്താണെന്നറിയോ? നിങ്ങൾ മരിച്ചത് കേൾക്കുമ്പം മനസ്സറിഞ്ഞിട്ടൊരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന അനന്തര സ്വത്താണ്. ചില പള്ളിയിലൊക്കെ ഞാൻ കേൾക്കലുണ്ട്, അല്ലെങ്കിൽ മരണം കേൾക്കുമ്പോൾ മരിച്ചോ, നല്ല മനുഷ്യനായിട്ടോ, പഠിച്ചോനാ കബറൊന്ന് നന്നാക്കി കൊടുക്കട്ടെ. മയ്യത്ത് സ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിലും അറിഞ്ഞ് പറയുന്ന ചില ആൾക്കാരുടെ മനസ്സിന്റെ ദുആ ഉണ്ടല്ലോ, അതാ നമുക്ക് കിട്ടുന്ന അനന്തര സ്വത്ത്. ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരൻ അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര ബേജാറ്. ഇയാളായിട്ട് ഒരു കുടുംബ ബന്ധവുമില്ല, യാതൊരു ബന്ധവുമില്ല. പക്ഷെ ആ മനുഷ്യൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വാഭാവികമായും നാട്ടുകാർ ചോദിച്ചു, ഓന് വേണ്ടി ഇനി എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ആരും അറിയാതെ ഓരോ റമദാനിലും അല്ലാത്ത സമയത്തും എനിക്കുള്ളത് കൊണ്ടുതരുന്നവനാണ് അവൻ. എൻ്റെ മരുന്ന്, എൻ്റെ ഭക്ഷണം, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിലും അവൻ മാസത്തിൽ വന്നിട്ട് എനിക്കെന്തേ തന്നു പോകാലുണ്ട്. അവൻ അപകടം പറ്റിയെന്ന് കേട്ടപ്പോൾ ഞാനും എൻ്റെ കുടുംബവും മനസ്സറിഞ്ഞ് പടച്ചവനോട് ദ്വാരുന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് എനിക്കും നോക്കും കിട്ടുന്ന അനന്തര സ്വത്താ. അത് കിട്ടാൻ വേണ്ടി ജീവിക്കണം. അല്ലാതെ മരിച്ചെടുക്കുമ്പോൾ നാട്ടുകാർ പറയരുത് എന്തൊക്കെയോ മുതലുണ്ടായിനും, എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, പെങ്ങളുമായിട്ട് പിണങ്ങി, അളിയനുമായിട്ട് അടിയുണ്ടായി, കാരണവരുമായിട്ട് പിണക്കുണ്ടായി, കേസായി, അവസാനം കൊണ്ടുപോയി എന്തെങ്കിലും കിടക്കുന്ന കിടപ്പ് കണ്ടോ എന്ന് പറയിപ്പിക്കുന്നതിനേക്കാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത സൽക്കർമ്മങ്ങളെ കൊണ്ട് കബറിലേക്ക് കൂലി ലഭിക്കുന്ന, സമ്പത്തുകളെ കൊണ്ട് കൂലി ലഭിക്കുന്ന പുണ്യം നേടണം. ഉമ്മാരോടും കൂടിയാ ഞാൻ പറയുന്നത്, കഴുത്തിലും കാലിലും അണിയുന്ന 12 പവനുണ്ടെങ്കിൽ വേണ്ട, 1 പവനുണ്ടെങ്കിൽ 1 കാ പണത്തൂക്കത്തിന്റെ കൂലി നിങ്ങൾക്ക് അള്ളാന്റെ കബറിലേക്ക് നീക്കി വെക്കാൻ പറ്റണം. ആണുങ്ങൾ ഓരോരുത്തരും ചാക്കരിയുടെ വലിപ്പം പറഞ്ഞ് കൊടുത്തതിന്റെ മഹത്വം നേടി പോകുമ്പോ എനിക്കെന്ത് കൊടുക്കാനാ, എന്റെ പിയ്യാപ്പൻ്റെതല്ലേ ഉള്ളൂ, എന്റെ എന്ത് വരുമാനാന്ന് ചിന്തിക്കുന്നതിന്റെ ഇടയ്ക്ക് 1 പവനുണ്ടോ, 1/2 പവനുണ്ടോ, 10 പവനുണ്ടോ എങ്കിൽ അതിൽ നിന്ന് 5000 രൂപ, 1 കാപ്പണത്തൂക്കം വേണ്ട, 2 ഗ്രാമിന്റെ പൈസ എന്റെ കബറിന് വേണ്ടി നീക്കി വെക്കും ഞാൻ എന്നുറപ്പിച്ച് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നമസ്കാരവും നോമ്പും മറ്റു പല ഇബാദത്തുകളും മതിയാകാതെ വരുമ്പോ ദാനധർമ്മത്തിന് വേണ്ടി പടച്ച റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്തത് വലിയ സ്ഥാനമായി അള്ളാഹു തിരിച്ചു തരുമെന്നുള്ള കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള സൽമാർഗങ്ങൾ, ഇത്തരത്തിലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ ഇനിയും നാട്ടിൽ പുരോഗമിക്കേണ്ടതുണ്ട്. ഓരോ രംഗത്തും സൂക്കേടുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാ. എന്താണ് സൂക്കേടെന്ന് രേഖപ്പെടുത്താൻ പോലും പറ്റാത്തത്ര വ്യാപകമാകുന്ന ആധുനിക കാലഘട്ടത്തിൽ അരുതാലയങ്ങൾ കശാപ്പ് ശാലകളായി മാറിക്കൊണ്ടിരിക്കുകയാ. മനുഷ്യന്റെ ശരീരം വെട്ടിമുറിക്കുന്നത് ലാഘവത്തോടെ പണത്തിന് വേണ്ടി മാത്രമായി കൊണ്ടിരിക്കുകയാ. അസുഖം ബാധിച്ചവരെ ഒറ്റപ്പെടുത്തുകയും കുടുംബത്തിൽ വെറുക്കപ്പെടുകയും തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ പട്ടിണിയും പരിവട്ടവുമായി കുടിക്കാൻ മരുന്നില്ലാതെ പലരും സങ്കടപ്പെട്ട് ജീവിക്കുമ്പോ ഒരാളുടെ വയറിലേക്ക് ഒരു തുള്ളി മരുന്നോ, വേദനയുടെ സങ്കടങ്ങളിൽ നിന്ന് ഒരു ഗുളികയോ, ആശ്വാസത്തിന്റെ ഒരു തലോടലോ, ജീവിതത്തിന്റെ ഒരു സമാധാനമോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ മനസ്സറിഞ്ഞു പറയുന്ന ഒരു അൽഹംദുലില്ലക്ക് ഹജ്ജിനേക്കാൾ, ഉംറയേക്കാൾ, നാട്ടിലുള്ള മറ്റേത് കർമ്മങ്ങളെക്കാൾ കൂലിയുണ്ടെന്ന് ചിന്തിച്ച് ആ നന്മക്ക് വേണ്ടി മുന്നിട്ടിറങ്ങണം. വലിയൊരു ലക്ഷ്യം നമ്മളെ കൺമുൻപിലുണ്ട്. ഫാക്കത്തി കുഞ്ഞബ്ദുള്ള സാഹിബിനെ പോലെയുള്ള ആളുകൾ
നേർച്ച ചെയ്ത വഖഫ് ചെയ്ത സ്ഥലങ്ങളിൽ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ ലാഭം ആഗ്രഹിക്കാതെ, ഒരാളുടെയും സർട്ടിഫിക്കറ്റ് ആഗ്രഹിക്കാതെ, അവൻ നയിച്ചധ്വാനിച്ചതിൽ നിന്ന്, സങ്കടപ്പെട്ട് സമ്പാദിച്ചതിൽ നിന്ന്, ടെൻഷൻ അടിച്ചുണ്ടാക്കിയതിൽ നിന്ന്, മറ്റുള്ളവന്റെ കണ്ണുനീരൊരുപ്പാൻ പലരും കൊടുക്കുന്നതിന്റെ കൂടെ മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും നമ്മളും കൂടെ നിൽക്കണം. കൂടെ നിന്നാൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ, 1500ന്റെ മുൻപിൽ 1150 കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ, ചേർന്ന് നിന്നാൽ, ചേർത്ത് നിർത്തിയാൽ, മനസ്സറിഞ്ഞ് റബ്ബിന് വേണ്ടി ഒരുമിച്ചാൽ ലോകത്തെ ഏത് പ്രതിബന്ധങ്ങളെയും ഏത് പ്രയാസങ്ങളെയും നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കും, നമുക്ക് തിരുത്താൻ സാധിക്കും. നമ്മളെ ഉള്ളൂ കൊടുക്കാൻ, നമുക്കേ കൊടുത്ത് ശീലമുള്ളൂ, നമുക്കേ സ്നേഹിച്ച ശീലമുള്ളൂ, നമുക്കേ ജാതിയും മതവും നോക്കാതെ പ്രണയിച്ച ശീലമുള്ളൂ, നമുക്കേ വർഗം നോക്കാതെ സ്നേഹിച്ചു കൊടുത്ത കാരുണ്യത്തിന്റെ ചരിത്രങ്ങളുള്ളൂ. ഉറുമ്പ് കൂട്ടങ്ങളോട് കാരുണ്യം കാണിച്ച, അമുസ്ലിമിന്റെ മയ്യത്തിനോട് കാരുണ്യം കാണിച്ച, ലോകത്ത് അയൽവാസി പട്ടിണി കിടക്കുമ്പം വയറ് നിറച്ച് തിന്നരുതെന്ന് പഠിപ്പിച്ച മഹാനായ ഒരു പ്രവാചകന്റെ, ഒരു ഉലമയുടെ, ഒരു നേതാവിന്റെ, ഒരു പുണ്യ പുരുഷന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് കർമ്മങ്ങളെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ജീവിതത്തിന്റെ സെക്കൻഡുകളിൽ സ്നേഹം കൊണ്ട് കരുണ കാണിച്ച് നമുക്കും ജീവിക്കാൻ പറ്റണം. ആ തിരിച്ചറിവാണ് പാനൂരിലെ ഓരോ കുടുംബത്തിനും ഉണ്ടാകേണ്ടത്. കൊടുത്തത് കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടേയുള്ളൂ, ഇനിയും വേണം. നാളെ അതിന്റെ ഉപഭോക്താക്കൾ ഞാനും നിങ്ങളും ആവാതിരിക്കാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച്, ജീവിതം കൊണ്ട് സമ്പാദിച്ച്, ജീവിതം കൊണ്ട് ചെലവഴിക്കുന്ന മുഅ്മിനീങ്ങളാവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള സർവ്വ പാപങ്ങളും പൊറുത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നമ്മളെ മക്കളൊക്കെ ഒരു 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ മദ്രസല്ല, 10ാം ക്ലാസ് കഴിഞ്ഞാൽ മദ്രസല്ല. അതുകൊണ്ട് തന്നെയാ നമ്മളെ മക്കളെയൊക്കെ ലിബറലുകൾ ലക്ഷ്യം വെച്ച് മതം പ്രശ്നമാണെന്ന് പഠിപ്പിച്ച് പെണ്ണിനെ ആണിനെയൊക്കെ തമ്മിൽ പ്രണയിച്ച് ജീവിക്കാനും കുത്തിവെക്കാനും ഒക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രായത്തിൽ മക്കൾക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസമാണ് അറബി കോളേജുകളിലൂടെ നൽകപ്പെടുന്നത്. ഇതൊക്കെ നമ്മളെ മക്കൾക്കും നാടിനും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വലിയ ലക്ഷ്യം കണ്ട് ഇതൊക്കെ വഖഫ് ചെയ്തു പോയ ആളുകൾ ഖബറിൽ കിടന്ന് കൂലി അനുഭവിക്കുമ്പോൾ ഇത് അനുഭവിച്ച് ആ കൂലി നേടാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എത്രയോ വലിയ പൊട്ടന്മാരായി പോകും. അതൊക്കെ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിനും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനും ഞാനിപ്പോൾ അതാ ചിന്തിക്കുന്നത്. അൽഹംദുലില്ലാ, ഈ ഒരു വലിയ കാര്യത്തിൻ്റെ ഭാഗമാവാൻ വാക്കുകൊണ്ടെങ്കിൽ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ മുൻപിൽ ഒരനുഗ്രഹമായി ഇത് മാറി റബ്ബിനെ കണ്ടുമുട്ടുന്നൊരു ദിനം അടുത്ത് തന്നെ അള്ളാഹു നമുക്ക് തന്നെ ഓരോരുത്തർക്കും കാണിച്ചു തരും. അതിൻ്റെ ബർക്കത്ത് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ക്ഷണിച്ചതിന് നന്ദി. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.